ആട് 3 വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 1. ആട് ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ സിനിമ ആട് 3 വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 1 ആദ്യ ദിനം തന്നെ കണ്ടു. ആദ്യത്തെ 2 ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു ട്രാക്കിലാണ് ഈ മൂന്നാം ഭാഗം കഥ പറഞ്ഞിരിക്കുന്നത്. ഇത്തവണ മിഥുൻ മാനുവൽ തോമസ് കഥയിൽ പകുതിയോളം ഫാൻറ്റസി എലമെൻറ്റ്സ് കൂടി ചേർത്തുകൊണ്ടാണ് കഥ പറഞ്ഞ് സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഷാജി പാപ്പൻ്റെയും പിള്ളേരുടെയും അവസ്ഥയും ജീവിതവും കാണിക്കുന്നതിനോടൊപ്പം തന്നെ സമാന്തരമായി മറ്റൊരു സമയത്തെ ലോകവും സിനിമയിൽ വരുത്തിയിരിക്കുന്നു. ഇന്നത്തെ കഥാപാത്രങ്ങൾക്ക് സമാനമായ കഥാപാത്രങ്ങൾ അന്നത്തെ രംഗങ്ങളിലും വരുന്നു. ഒരു പ്രത്യേക സംഭവത്തെ കേന്ദ്രീകരിച്ചാണ് എല്ലാ കഥാപാത്രങ്ങളും കഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നടക്കുന്ന സംഭവങ്ങൾ ഒക്കെ തന്നെ നർമ്മത്തിൽ ചാലിച്ചാണ് സംവിധായകനും കൂട്ടരും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതും. മുൻ ഭാഗങ്ങളിലേതുപോലെ തന്നെ ഇവിടെയും ഹ്യൂമർ രംഗങ്ങൾ ഒരു ചെയിൻ പോലെ ചേർത്തിരിക്കുന്നു. പക്ഷേ ആദ്യ ഭാഗങ്ങളിലേതുപോലെയുള്ള തരത്തിലുള്ള ഹ്യൂമർ രംഗങ്ങൾ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. കോമഡികളും മറ്റൊരു ട്രാക്കിലാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നതും. അതിനോടൊപ്പം തന്നെ സമകാലിക സംഭവങ്ങളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയുമൊക്കെ ആക്ഷേപഹാസ്യ രീതിയിൽ പടം ടച്ച് ചെയ്തു പോകുന്നുമുണ്ട്. ആട് 3യുടെ ഏറ്റവും വലിയ അട്രാക്ഷനായി തോന്നിയത് സിനിമയിലെ കഥാപാത്രങ്ങളുടെ ഒരു പൂർണ്ണതയാണ്. വർഷങ്ങൾക്ക് മുൻപേ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ജീവൻ നൽകിയപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും തന്നെ അവരവരുടെ മാനറിസങ്ങളോ സ്വഭാവങ്ങളിലോ ഒന്നും തന്നെ ഒരു മാറ്റവുമില്ലാതെ പെർഫെക്റ്റായി തന്നെയാണ് ഓരോ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചത് എന്ന് തോന്നി. ജയസൂര്യയും ഇന്ദ്രൻസും ഭഗത്തും ധർമ്മജനും വിനായകനും ഹരികൃഷ്ണനും വിജയ് ബാബുവും സുധി കോപ്പയും ബിജുക്കുട്ടനും അജു വർഗീസും നോബിയും സണ്ണി വെയിനും ഒക്കെ തന്നെ അവരവരുടെ ക്യാരക്ടേഴ്സിനെ കൃത്യമായ ഒരു കണ്ടിന്യൂറ്റിയിൽ ചെയ്തു ഫലിപ്പിച്ചിട്ടുണ്ട്. ആട് ഫ്രാഞ്ചൈസി അത്രയ്ക്ക് തന്നെ പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രങ്ങളെയും ഓരോ പ്രേക്ഷകനും മനസ്സിൽ സൂക്ഷിച്ചിട്ടും ഉണ്ട്. അത്തരത്തിലുള്ള പ്രേക്ഷകരെ ഒരിക്കലും നിരാശപ്പെടുത്താതെയാണ് ഓരോ ആർട്ടിസ്റ്റുകളും ഇവിടെ പെർഫോം ചെയ്തിരിക്കുന്നത്. ഷാജി പാപ്പൻ, ഡ്യൂഡ്, ക്യാപ്റ്റൻ ക്ലീറ്റസ്, ശശി, സർബത്ത്, ഷമീർ തുടങ്ങി എല്ലാവരും തന്നെ തുടർച്ചയിൽ മനോഹരമായി. ചില കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കുറഞ്ഞ പോലെ തോന്നിക്കും വിധമായിരുന്നു ആ കഥാപാത്രങ്ങളുടെ ഇൻട്രൊഡക്ഷൻ രംഗങ്ങൾ. ഒരുപക്ഷെ ഇത്രയും കാലത്തിനിടയിൽ ചില കഥാപാത്രങ്ങൾക്ക് വളരെയധികം ഫാൻ ബേസ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെയും കൂടെ സിനിമയുടെ അണിയറക്കാർ പരിഗണിച്ചിട്ടുണ്ടാവാം. ഒരു ഫാമിലി മൂഡ് അല്ലെങ്കിൽ കുട്ടികളെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആട് 3 ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത്തരത്തിലാണ് പടത്തിലെ ഓരോ കോമഡി സെറ്റപ്പും വരുന്നതും. ആട് 3യുടെ ഒന്നാം പകുതി കുറച്ച് സ്പീഡ് കുറവായും രണ്ടാം പകുതി ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് ടോപ്പ് ഗിയറിൽ പോകുന്നതായും തോന്നി. അവസാനത്തെ ഒരു 15 മിനിറ്റ് നല്ല ടൈറ്റായാണ് സിനിമ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പടത്തിൻ്റെ പശ്ചാത്തല സംഗീതവും മറ്റു ടെക്നിക്കൽ വശങ്ങളും ഒക്കെ തന്നെ നന്നായിരുന്നു. 3 മണിക്കൂറിനടുത്ത് ദൈർഘ്യമുള്ള ഒരു വലിയ ക്യാൻവാസിലെടുത്ത ഹെവി പടമായാണ് ഇത്തവണ അവതരണം. ഇൻ ഷോർട്ട്, ആട് എന്ന ഫ്രാഞ്ചൈസിയിലേക്ക് ഒരു പുതിയ ചിന്തയെ എഴുതി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ് മിഥുൻ മാനുവൽ തോമസും ജയസൂര്യ വിജയ് ബാബു ടീമും ഇവിടെ. ലോജിക്കും ഇൻ്റലക്ച്വൽ കോമഡികൾ വേണമെന്ന മുൻധാരണയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ഫാൻറ്റസി ഫൺ റൈഡ് വിചാരിച്ച് തിയേറ്ററിൽ കയറിയാൽ ആസ്വദിച്ചു കാണാൻ പറ്റുന്ന ഒരു സിനിമയാകുന്നു ആട് 3 വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 1.